നമ്മുടെ 15-ാം വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടു കൂടി വിഷൻ 15 പദ്ധതി പ്രകാരം നടത്തിവരുന്ന പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് നടന്നത്. ഓണത്തിന് മുമ്പ് വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് വളരെ സന്തോഷപൂർവ്വം ഈ ഒരു പ്രൊജക്ട് ഏറ്റെടുത്തത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് പരാതികൾ പറയാറുണ്ട്. പക്ഷെ ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന രൂപത്തിൽ വളരെ മനോഹരമായി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അവരുടെ കൃഷി അവർ പൂർത്തിയാക്കി. അതിന്റെ വിളവെടുപ്പിന്റെ സമയവും നമ്മൾ നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളെയും അതിന്റെ ലേബർ ഗ്രൂപ്പിലെ അംഗങ്ങളെയും അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തതാണ് കൃഷി ഓഫീസർ, അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണസമിതി, തൊഴിലുറപ്പിന്റെ ഉദ്യോഗസ്ഥരായിട്ടുള്ള AE, അതിന്റെ ഉദ്യോഗസ്ഥരടക്കമുള്ള എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള BB ഗിരിജയെ ക്ഷണിക്കുന്നു. 15-ാം വാർഡിലെ തൊഴിലുറപ്പ് ആ പദ്ധതി പ്രകാരം വളരെ മനോഹരമായ രീതിയിൽ വിളയൂർ ഗ്രാമപഞ്ചായത്തിലെ ഈ ഒരു പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും എടുക്കാൻ ആവശ്യമായിട്ടുള്ള പച്ചക്കറിയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വിഷം ഒട്ടും ഇല്ലാണ്ട് തന്നെയാണ് നമ്മളെ കൃഷി വകുപ്പിലെ ജയേട്ടൻ, അതുപോലെ കൃഷി ഓഫീസർ വിഷ്ണുവിനൊക്കെ വളരെ സഹായം ഇതിനുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ രീതിയിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും കൃഷി വകുപ്പിനെയും അതുപോലെ തന്നെ NREG നമ്മുടെ മെമ്പർ വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കാനും ഒക്കെ വളരെ മുൻകൈ എടുത്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനോഹരമായ രീതിയിൽ ഇത് തയ്യാറാക്കുന്നതിനും കഴിഞ്ഞു. വളരെ സന്തോഷം. ഇത്തരം നല്ല പ്രവർത്തികൾ ചെയ്യുന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ചേച്ചി, മുജീബ് മെമ്പറെ, പ്രിയപ്പെട്ട നമ്മുടെ തൊഴിലുറപ്പിലെ ചേച്ചിമാര്, എല്ലാവർക്കും നമസ്കാരം. വിളയൂർ പഞ്ചായത്തിന്റെ വലിയൊരു വിഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം 2 വലിയ പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കുന്നത്.